സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, ആ സൗഹൃദം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു തണലായിട്ടാണ്, ഒരു ശുശ്രൂഷയായിട്ടാണ്. എൻ്റെ സന്തോഷങ്ങളിൽ സന്താപങ്ങളിൽ എന്നോടൊത്ത് ചരിക്കുന്ന ചില ആളുകൾ, അവരുടെ ഒരു കൂട്ടം, ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുക, അതാണ് യഥാർത്ഥത്തിൽ സൗഹൃദം എന്ന് പറയുന്നത്. ആ സൗഹൃദത്തെയാണ് കവി തേടുന്നത്. കവി എന്ന് മാത്രമല്ല, എല്ലാവരും തേടുന്നു. പക്ഷേ പുതിയ കാലത്ത് സൗഹൃദങ്ങളെ തിരയുന്ന സമയത്ത് സൗഹൃദങ്ങൾ അങ്ങനെ അല്ല വർത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഗാലിബ് 100 വർഷത്തിനു മുൻപ് തൻ്റെ സൗഹൃദങ്ങളെ തിരഞ്ഞ സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഗാലിബ് ഇങ്ങനെ എഴുതിയത്, യെ കഹാ കി ദോസ്തി ഹൈ कि बने है दोस्त ना से कोई चार साज होता कोई गम गुजार होता. ये कहाँ की दोस्ती है, ഇത് എവിടുത്തെ സൗഹൃദമാണ്, ഇത് എന്ത് സൗഹൃദമാണ്? കെ ബനേ ഹെ ദോസ്ത് നാസെ. നോക്കൂ, ഈ സുഹൃത്ത് ഒരു ഉപദേശിയായി മാറിയിരിക്കുന്നു. എൻ്റെ സൗഹൃദങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സങ്കല്പിക്കുന്നത് അതല്ല. എൻ്റെ സുഹൃത്ത് എനിക്ക് ഒരു ശുശ്രൂഷകനാകണം, ഒരു കൂട്ടിരിപ്പുകാരനാകണം, എൻ്റെ സന്തോഷ സന്താപങ്ങളിൽ കൂടെ ചരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യെ കഹാ കി ദോസ്തി ഹേ കെ ബനേ ഹെ ദോസ്ത് നാസെ. ഈ സുഹൃത്ത് ഒരു ഉപദേശിയായി മാറിയിരിക്കുന്നു. എന്ത് ചെയ്യും? കൊയ് ചാര് സാസ് ഹോത്ത. മുറി വണക്കുന്നവനായി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. കൊയ് ഗം ഗുസാർ ഹോത്ത. ആരെങ്കിലും സാന്ത്വനിപ്പിക്കുന്നവനായി ഉണ്ടായിരുന്നെങ്കിൽ.